10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായു നോൺ കമ്പാർട്ടൻറ്റ് റിക്രൂട്ട്മെൻ്റ് ആണിത്. ഈ റിക്രൂട്ട്മെൻറ്റ് അഗ്നിപഥ് സ്കീമിൻ്റെ കീഴിലാണ് നടത്തുന്നത്. ആദ്യം റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഓർഗനൈസേഷൻ ഇന്ത്യൻ എയർഫോഴ്സ്, പോസ്റ്റ് അഗ്നിവീർ വായു നോൺ കമ്പാർട്ടൻറ്റ്, സ്ട്രീംസ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റിന് മാത്രമാണ് എലിജിബിൾ. പോസ്റ്റിംഗ് വിവിധ ഇന്ത്യൻ എയർഫോഴ്സ് സ്റ്റേഷനിലായിരിക്കും. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 2005 ജനുവരി 1 മുതൽ 2009 ജൂലൈ 1 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. സെലക്ഷൻ സ്റ്റേജസ് എല്ലാം വിജയിച്ച് എൻറോൾമെൻറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഏജ് 22 വയസ്സ് കവിയാൻ പാടില്ല. എന്തൊക്കെയാണ് അവിടുത്തെ ജോലിയെന്ന് നോക്കാം. ഇവിടെ പ്രധാനമായും 2 സ്ട്രീംസ് ആണ് ഉള്ളത്. ഹോസ്പിറ്റാലിറ്റി സ്ട്രീമും ഹൗസ് കീപ്പിംഗ് സ്ട്രീമും. ഹോസ്പിറ്റാലിറ്റി സ്ട്രീമിൽ കുക്കിംഗ്, കിച്ചൺ റിലേറ്റഡ് വർക്ക്, ഫുഡ് പ്രിപ്പറേഷൻ, സെർവിംഗ് തുടങ്ങിയ ജോലികളാണ്. ഹൗസ് കീപ്പിംഗ് സ്ട്രീമിൽ ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ്, വാഷിംഗ്, മെയിൻ്റെനൻസ് തുടങ്ങിയ സപ്പോർട്ടിംഗ് ഡ്യൂട്ടീസ് ആണ്. ഈ റിക്രൂട്ട്മെൻറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ല, ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണം. ഫോം കൃത്യമായി ഫില്ല് ചെയ്യണം. ശേഷം ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യണം. 10th മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ആധാർ കാർഡ്, വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ് വേണം. 18 വയസ്സിന് താഴെയുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ പാരൻറ്റിൻ്റെ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ്റെ കൺസേൺ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. അപ്ലിക്കേഷൻ ഫോം നോർമൽ പോസ്റ്റ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഡ്രോപ്പ് ബോക്സ് വഴി നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്ന എയർഫോഴ്സ് സ്റ്റേഷൻ അഡ്രസ്സിലേക്ക് അയക്കണം. ഒരു പ്രധാന കാര്യം, നിങ്ങളുടെ സ്ട്രീം അനുസരിച്ചുള്ള ഡെസിഗ്നേറ്റഡ് സ്റ്റേഷൻ അഡ്രസ്സ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്ലിക്കേഷൻ ഓഗസ്റ്റ് 17, 2026 ഓഗസ്റ്റ് 17 മുൻപ് എത്തണം. ലേറ്റായോ ഇൻകംപ്ലീറ്റ് ആയോ ഉള്ള അപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യാം. സെലക്ഷൻ പ്രോസസ്സ് പല ഘട്ടങ്ങളിലായിട്ടാണുള്ളത്. ഫസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് ആണ്. ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ് എന്നിവ ഉൾപ്പെടുന്ന ക്ലാസ് 10 ലെവൽ റിട്ടേൺ ടെസ്റ്റ് ആണ്. രണ്ടാമത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. ഹൈറ്റ് ചെക്ക് കഴിഞ്ഞ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും. 1.6 കിലോമീറ്റർ റണ്ണ്, പുഷപ്പ്, സിറ്റപ്പ് തുടങ്ങിയ ഫിസിക്കൽ ടെസ്റ്റ് ഉൾപ്പെടും. ഫേസ് 3 ആണ് സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ്. ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്ട്രീമിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്യൂട്ടബിലിറ്റി ആണ് പരിശോധിക്കുന്നത്. ഫേസ് 4 മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. IAF മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. എല്ലാ സ്റ്റേജിലും ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റിനെ മെറിറ്റ് അനുസരിച്ച് സെലക്ഷനിലേക്ക് പരിഗണിക്കും. പ്രധാന സ്റ്റാൻഡേർഡ്സ് മിനിമം ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് എക്സ്പാൻഷൻ കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ വേണം. കാഴ്ചശക്തി, കേൾവിശക്തി, ഡെൻ്റൽ ഫിറ്റ്നസ് തുടങ്ങിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കണം. ഇത് 4 വർഷത്തെ എൻഗേജ്മെൻ്റ് ആണ്. ഫസ്റ്റ് ഇയർ 30,000 മന്ത്ലി പാക്കേജ് ആണ്. സെക്കൻഡ് ഇയർ 33,000, തേർഡ് ഇയർ 36,500, ഫോർത്ത് ഇയർ 40,000 എന്നിങ്ങനെയാണ്. 4 വർഷം പൂർത്തിയാക്കിയ ശേഷം അഗ്നിവീറിന് സേവാനിധി പാക്കേജ് ലഭിക്കും. പെൻഷനറി ബെനിഫിറ്റ് സാധാരണയായി ലഭിക്കില്ല. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 17 അതിനാൽ അവസാന ദിവസം വരെ കാത്തു നിൽക്കാതെ ആപ്ലിക്കേഷൻ നേരത്തെ തന്നെ അയക്കുന്നതാണ് നല്ലത്. ഈ റിക്രൂട്ട്മെൻറ്റ് അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റിന് മാത്രമാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഫോം, ഇൻഫർമേഷൻ ബ്രൗച്ചർ, ഡെസിഗ്നേറ്റഡ് എയർഫോഴ്സ് സ്റ്റേഷൻ അഡ്രസ്സ് എന്നിവ പരിശോധിച്ച് മാത്രം അപ്ലൈ ചെയ്യുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സിനായി ഡിജിനെസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.